നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മുടെ ഒരു പ്രാവിൻകൂട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നിടത്തിൽ ഒരു കുറച്ച് ഒൺസീഡിയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒൺസീഡിയത്തിൽ കുറച്ച് ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു 5-6 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു 3 വെറൈറ്റി ഇപ്പോൾ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് നോക്കിയപ്പോൾ ഒരു കൗതുകം തോന്നി. അതിൽ ഓരോ പൂവും നമ്മൾ വിചാരിക്കും ഡാൻസിങ് ഗേളിൻ്റെ ആ ഡാൻസ് ചെയ്യാൻ പോകുന്ന ഒരു ലേഡി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ അതിലപ്പുറം ഒരു പ്രാവ് പറന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. എന്തൊരു ഭംഗിയാണല്ലേ. ഒരു ഓഫ് വൈറ്റും അതുപോലെ മെറൂണും കലർന്ന നല്ലൊരു ചെറിയൊരു പീച്ച് കളറും കൂടി വന്നിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് ഇതിൻ്റെ എന്താ പറയുക ഭംഗി എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയില്ല, അത്ര മനോഹരമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി ഒരു 5-6 ഞാൻ ഈ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രായംകൂടിൻ്റെ ഈ തണ്ടുമ്പ് വെച്ച് പിടിപ്പിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ചകിരി വെച്ച് ഇത് സിമെൻറ്റിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് പിടിക്കില്ലാന്ന്. പക്ഷേ ചകിരിയുടെ ഉള്ളിൽ നമ്മൾ അത് അതിൻ്റെ വേരുള്ള ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി അതുമ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-5 മാസമായിട്ടുള്ളൂ. നല്ല ഹെൽത്തായിട്ട് വളർന്നിട്ടുണ്ട്. ഇവർക്ക് വെയിലും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇത് വേറൊരു ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ലൈറ്റ് യെല്ലോ ആണ്. അതിൻ്റെ മെറൂണും കൂടി വന്നിട്ട് ഒരു മെറൂണല്ല ഒരു റെഡ് കളർ കൂടി വന്നിട്ട് നല്ല രസമുണ്ട്. അതുപോലെ ഇത് ഒരു നാടൻ ടൈപ്പാണ്. ഇത് കുറേ പൂക്കളുണ്ടായി നിൽക്കും കേട്ടോ. ഇതൊരു നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ്. അതിൻ്റെ കുറച്ച് ലൈറ്റ് കളറിലായിട്ടുള്ളൊരു ഓഫ് വൈറ്റും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ്. ഇതിൻ്റെ ഷൂട്ടൊക്കെ കണ്ടോ, എന്ത് വലിപ്പം, ഇതിൻ്റെ തണ്ടിന് എന്ത് വലിപ്പമാണെന്നറിയോ. കുറേ നാൾ നിൽക്കും. അതുപോലെ എനിക്ക് ഈ മനോഹരമായ കാഴ്ച നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ചെറിയൊരു പാർഷ്യലി തണലുണ്ടെങ്കിൽ ഇവ നല്ല സൂപ്പറായിരിക്കും തോന്നുന്നു. ഞാൻ വെച്ചിരിക്കുന്നത് നല്ല വെയിലത്താണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാൻ മറക്കരുത് കേട്ടോ.